ഇത് എൻ്റെ വീട്ടിലെ ഒരു പേരമരമാണ്. ഇത് ഏത് പേരമരമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഇതൊരു 10-30 വർഷം പഴക്കമുള്ള ഒരു പേരമരമാണ്. കാരണം എൻ്റെ മമ്മിയൊക്കെ ഉള്ള കാലത്ത് കൊണ്ടുവച്ചിരുന്ന പഴയ ഒരു 10-30 കൊല്ലം പഴക്കം, ഇത്രയും പഴക്കമുള്ള ഒരു പേരമരമാണ്. ഇപ്പോഴത്തെ വിയന്നർ ആണോ തായ്ലാൻഡ് ഗുവയാണോ ഒന്നും എനിക്കറിയത്തില്ല, ജപ്പാൻ പേരയാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഉൾവശം നല്ല ഡാർക്ക് ചോപ്പ് കളറും നല്ല മധുരവും നല്ല ടേസ്റ്റും ഉള്ള ഇപ്പോഴത്തെ നമ്മുടെ ആ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ആ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള നല്ലൊരു പേരക്കയാണ്. അപ്പം സാധാരണ ഇവിടെ കിളി കൊണ്ടുവരാൻ പതിവ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കുറച്ചെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിൽ ബാഗ് ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 2-3 പഴുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ കാണിക്കും. പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ സൈസ് ചോപ്പ് പേരയൊക്കെ എങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നു അതും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ആ വിയന്നാറും ജപ്പാൻ പേരയും അതൊക്കെ പോലെ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ലൊരു പേരമരം തന്നെയാണിത്. പക്ഷേ ഒരു 10-30 കൊല്ലം പഴക്കമുണ്ട്. ബഡും ഗ്രാഫ്റ്റും അങ്ങനെയൊന്നും ചെയ്തതല്ല, സാധാരണ സീഡിട്ട് കിളിച്ചു വന്നത്. അപ്പോൾ ആ ഒരു പേരക്കായി പേരമരവും കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു പഴക്കാടാണ്. ഇതിൻ്റെ ഇടയിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പം ഇത് ബാഗ് ഇട്ടുകൊണ്ട് കിളി കൊണ്ടുപോയില്ല. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. കണ്ടോ, 1 2 പേരൊക്കെ ഇട്ട്, പിന്നെ അപ്പുറത്തൊന്നും പഴുത്തി ഇപ്പോൾ ഉണ്ട്, അതിന് കാണിച്ചു തരാം. അപ്പം വേണ്ടേ ഇത് ബാഗിൽ നിന്ന് മാറ്റി ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് വശം. ഇവിടെ നിറയെ ഫ്രൂട്ട്സുകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു 20 അടി ഹൈറ്റെങ്കിലും വരും. ഇത് സ്വീറ്റ് ലൂബിക്കയാണ്, ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ്. ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട് നല്ലതുപോലെ. ഇതിൻ്റെ ഫ്രൂട്ട് നല്ല മധുരമാണ്. അതിന് പ്രത്യേക ഒരു റിവ്യൂ ഞാൻ പറയാം. ഇപ്പം ഫ്രൂട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു പഴക്കാടാണിത്. ഇവിടെ വേണ്ട ഒരു 500-510 ഇനം ഫ്രൂട്ട്സുകൾ ഞാൻ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പണ്ട് നിന്ന് ഒരു പേരമരമാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പം ഇപ്പം കിട്ടിയ പേരക്കയെന്ന് പറഞ്ഞാൽ കണ്ടോ, നല്ല വലിപ്പം കണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഷെയ്ഡിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത്, അതാണ് റിസ്ക്. അപ്പം അതും ബാഗിൽ വീണ് കിടക്കുക. കണ്ടോ, ഇതിൻ്റെ ഒരു 20 അടി ഹൈറ്റോളം വരുന്ന അബ്യൂ പ്ലാന്റ് ആണ്. ഞാനിപ്പം താഴെയല്ല നിൽക്കുന്നത്, വീടിൻ്റെ 2ാമത്തെ നിലയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ 20 അടി ഹൈറ്റോളം ഉള്ളൊരു അബ്യൂ പ്ലാന്റ് ആണ്. അത് ഫ്രൂട്ടായിട്ടില്ല. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഞാനിങ്ങനെ ഫ്രൂട്ട്സ് വെച്ച് പിടിപ്പിച്ചേക്കും. ഇവിടെ ലോഗണുണ്ട്, ബ്രസീലിയൻ ചെറിയുണ്ട്, മലയൻ ചാമ്പയുണ്ട്, സ്റ്റാർ ഫ്രൂട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസ് ആപ്പിൾ, മൊട്ടാവ, സ്വീറ്റ് ലൂബിക്ക, അങ്ങനെ ലില്ലി പില്ലി, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ ഈ പേരയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം നല്ല മധുരമായി. നേരത്തെ എല്ലാ വർഷവും അതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ നമുക്കൊരു 19 എണ്ണം വെച്ച് കിട്ടുന്നതാണ്, ഇഷ്ടംപോലെ കിട്ടുന്നത്. ഈ പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട് കുറേ കിളി കൊണ്ടുപോകുന്നു. അങ്ങനെ മൈൻഡ് ചെയ്യാൻ പറ്റാതായി. അങ്ങനെ എൻ്റെക്ക് പറ്റുന്ന ബാഗിടാൻ പറ്റുന്നിടത്ത് ഞാൻ ഒരു 3-4 എണ്ണം ബാഗിട്ട് വെച്ചു. അതെന്തായാലും കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം, അതിൻ്റെ ഉൾവശവും കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ പറിച്ച പേരയ്ക്ക കേട്ടോ, എല്ലാം പല സൈസാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നു. നോക്കിയോ, ഇതിൻ്റെ ഉൾവശം നോക്കണേ. കേടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അടിപൊളി ചോപ്പാന്നേ. അതുപോലെ തന്നെ അടുത്തത് കട്ട് ചെയ്യാം. അത്ര പഴുത്തില്ല, എന്നാലും അത് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, നല്ല അടിപൊളി ചോപ്പ് കളറ്.
ഇത് 10-30 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ വീട്ടില് നമ്മുടെ നാട്ടിൽ ഗ്രാഫ്റ്റും ബഡും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പം അന്നും ഈ സൈസ് പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ വെള്ള ഒരു പേരക്കയുണ്ട്, ഇത് ഉൾഭാഗം വെള്ളമായിട്ടുള്ള ഒരു പേരക്കയും കൂടെ ഉണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്തും ഇതുപോലെ ഉണ്ട്. ഇതിന്റെ മധുരവും നല്ലതാണ്, മണവും നല്ലതാണ്. നല്ല മണമാണ്. അപ്പം ഇപ്പോഴാണ് വിയറ്റ്നാം, ഗോവ, ജപ്പാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല വെറൈറ്റി, തായ്ലാൻഡ് വെറൈറ്റി വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് പണ്ടത്തെ ഒരു പേര. ഇപ്പൊ എല്ലാവരും വിയറ്റ്നാറും വലിപ്പ സൈസിനകത്ത് മോശമൊന്നുമല്ല, വലിയ സൈസ് തന്നെ, അത്യാവശ്യം വലിയ സൈസ് തന്നെ. പക്ഷെ സൈസ് കുറയുന്നതനുസരിച്ച് കുറച്ച് മധുരം കൂടുതൽ കിട്ടും. നോക്കട്ടെ, ടേസ്റ്റ് മധുരം ഉണ്ടോ നോക്കട്ടെ. ഇടയ്ക്ക് 2-3 പ്രാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് ചിലപ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളെല്ലാം തന്നെ മധുരം കുറയും. മാങ്ങയായാലും പേരക്കയായാലും. നല്ല മധുരമുണ്ട്. ഓവർ മധുരമല്ല, അത്യാവശ്യം ആവശ്യത്തിന് മധുരം. ഓവർ മധുരമില്ല. പിന്നെ പേരക്കയുടെ ടേസ്റ്റ്, ആ ഫ്ലേവർ അതുപോലെ എല്ലാം ഒരേ ഫ്ലേവർ. ടേസ്റ്റ് ഉണ്ട്. ചോപ്പ് പേരക്ക അത്യാവശ്യം നല്ല മധുരം, ആവറേജ് മധുരം, ഓവറായിട്ടുള്ള മധുരമില്ല. അപ്പം ഇതുപോലുള്ള പേരക്കകൾ ഇപ്പം കിട്ടുന്നതായാലും ശരിയല്ല, മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തേക്കല്ല നാളത്തേക്ക് നമുക്ക് നമ്മുടെ വരും തലമുറകൾക്ക് ഉപകരിക്കും. മേടിച്ചു വെക്കുക. ഇത് ഒരെണ്ണം കൂടെ ഉണ്ട് കട്ട് ചെയ്ത് നോക്കിയേ. കളറുണ്ടോ? അടിപൊളി കളർ. ഇത് കറക്റ്റ് പഴുത്ത് നല്ല ചുവന്നതായിരിക്കും. ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ല, അടിപൊളി മധുരം കേട്ടോ. അതുകൊണ്ടാണ്ട് നമ്മുടെ വീട്ടിലെ സാധാ നാട്ടിൻപുറത്തെ പേരിൽ നിന്ന് കിട്ടിയ ചോപ്പ് കളർ, ഒരു വർഷം ചോപ്പ് കളറായിട്ടുള്ള ചുവന്ന പേരക്ക. ഇപ്പൊ കിട്ടുന്ന പേരമരം ബഡായാലും ഗ്രാഫ്റ്റായാലും എന്തായാലും ശരി തന്നെ ഒരു തൈ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഉപയോഗിക്കും. അപ്പം ഇന്ന് എനിക്കിത് കിട്ടിയത് ഇതാണ്. വേറെ കൊണ്ട് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒതുക്കുക. ഇന്ന് എനിക്കിപ്പോൾ ഇതാ കിട്ടിയത്. ഓക്കെ.